ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്രൂട്ട്മെൻറ്റിനെ കുറിച്ചാണ്. അതായത് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത് 3 സ്റ്റെപ്പിലൂടെയാണ്: ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ, ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ. സോ അതിൽ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതായത് ഒരു ജോബിലെ എത്ര നമ്പർ ഓഫ് ക്വാളിഫൈഡ് പേഴ്സൺസ് വേണം എന്നത് സെർച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്. അതിനോടൊപ്പം തന്നെ ആ ഒരു ജോബിലെ ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യിക്കുക, ആ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി എൻകറേജ് ചെയ്യിക്കുന്ന ആ ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുക. ഓർഗനൈസേഷനിൽ എംപ്ലോയീസിൻ്റെ വാക്കൻസി വരികയാണ് എന്നുണ്ടെങ്കിൽ എത്ര എംപ്ലോയീസിൻ്റെ വാക്കൻസി ആണ് അവിടെ ഉണ്ടാവുന്നത് എന്ന് സെർച്ച് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ആ ഒരു ജോബിലേക്ക് കാൻഡിഡേറ്റ്സിനെ അപ്ലൈ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എംപ്ലോയ്മെൻറ്റ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജേഴ്സിനെ സഹായിക്കുന്നു റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ റൈറ്റ് ടൈപ്പ് ഓഫ് കാൻഡിഡേറ്റിനെ ഒരു ജോബിലേക്ക് സെലക്ട് ചെയ്യാൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജറിനെ സഹായിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. എഡ്വിൻ ബി ഫ്ലിപ്പോ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്: റിക്രൂട്ട്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് സെർച്ചിങ് ഓഫ് പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസസ് ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ജോബ് ഇൻ ദ ഓർഗനൈസേഷൻ. അതായത് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. എംപ്ലോയീസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതായത് എൻകറേജ് ചെയ്യുന്നു ഒരു ഓർഗനൈസേഷനിലെ ജോബിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് റിക്രൂട്ട്മെൻറ്റിൽ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അതായത് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സസ് ഉണ്ട് റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ തന്നെ എക്സ്റ്റേണലി എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സസും ഉണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ റിക്രൂട്ട്മെൻറ്റ് പോളിസി. അതായത് ഒരു ഓർഗനൈസേഷനിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവിടെ റിക്രൂട്ട്മെൻറ്റ് പോളിസി മേക്ക് ചെയ്യുന്നു. റിക്രൂട്ട്മെൻറ്റ് പോളിസിയിൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യേണ്ട ആ ഒരു പ്രോസസ്സിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ് എന്താണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. റിക്രൂട്ട്മെൻറ്റ് പോളിസി ഡ്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് എത്രത്തോളം ഉണ്ടായിരിക്കും, അതുപോലെ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻറ്റേർണലി ആണോ എക്സ്റ്റേർണലി ആണോ പേഴ്സണലെ റിക്വയർഡ് ചെയ്യുന്നത്, പേഴ്സണലെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ ഫിനാൻഷ്യൽ ഇംപ്ലിക്കേഷൻ എത്രത്തോളം വരും, ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, എന്നിവ കാര്യങ്ങളെല്ലാം റിക്രൂട്ട്മെൻറ്റ് പോളിസിയിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ആണ് സൈസ് ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓർഗനൈസേഷൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ് എന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ നടക്കും, അവിടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് കുറവായിരിക്കും. നെക്സ്റ്റ് റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ്. അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുമ്പോൾ എഫക്റ്റ് ചെയ്യുന്ന വേറൊരു ഫാക്ടറാണ് റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓരോ എംപ്ലോയിനെയും റിക്രൂട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു എംപ്ലോയിക്ക് എത്രത്തോളം കോസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനനുസരിച്ചിട്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്, ഒരു ഓർഗനൈസേഷൻ്റെ ഗ്രോത്തും എക്സ്പാൻഷനും ഫ്യൂച്ചറിൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സസിനെ ആവശ്യമുണ്ട് എന്നത് കൺസിഡർ ചെയ്യണം റിക്രൂട്ട്മെൻറ്റിൻ്റെ സമയത്ത്. ഇനി നെക്സ്റ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് വൺ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് സ്കിൽഡ് ലേബേഴ്സസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഡിമാൻഡിനെ അനുസരിച്ചിട്ടായിരിക്കില്ല അവിടെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സിൻ്റെ സപ്ലൈ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ 10 വാക്കൻസി ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 50 മോർ അപ്ലിക്കൻസ് വരികയാണ് ആ ഒരു വേക്കൻസി 10 വേക്കൻസിക്ക് വേണ്ടിയിട്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഡിമാൻഡിനനുസരിച്ചതിനേക്കാളും സപ്ലൈ ഓഫ് സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്നത് കൂടാണ്. അപ്പോൾ അങ്ങനെ ഡിഫിക്കൾട്ട് എന്ന് പറയുന്നത് ആ ഒരു പ്രോസസ്സിലുണ്ട്. സോ അതുകൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് ആണ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം ഉള്ള ഏരിയയിലാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത് അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഈസി ആയിട്ട് നടക്കും. നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടറാണ് ഗവൺമെൻറ് പോളിസി എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഗവൺമെൻറ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള ജോബ് വാക്കൻസി ഉണ്ടായിരിക്കും. അതായത് SC/ST അല്ലെങ്കിൽ OBC, മൈനോറിറ്റീസസ് അങ്ങനെയുള്ള ഓരോ റിസർവ്ഡ് ആയിട്ടുള്ള ജോബ് വാക്കൻസി ഉണ്ടായിരിക്കും. അതെന്ന് പറയുന്നത് കൺസിഡർ ചെയ്യണം. നെക്സ്റ്റ് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടറാണ് ഓർഗനൈസേഷൻ ഇമേജ്. ഓർഗനൈസേഷൻ്റെ ഇമേജിനനുസരിച്ചിട്ട് വേണം റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നടത്താൻ. നെക്സ്റ്റ് നമുക്ക്
റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ്. അതായത് റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ചെയ്യുന്നു. ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര നമ്പർ ഓഫ് പേഴ്സൺസിന് ആവശ്യമുണ്ട്, അതുപോലെ ഏത് ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആണ് ആവശ്യം എന്നതിനെ കുറിച്ച് ഒരു ടാർഗറ്റ് ഡിസൈഡിങ് ചെയ്യുന്നു. സെക്കൻഡ് പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. സ്ട്രാറ്റജീസസ് എന്ന് പറയുന്നത് ഡിസൈഡിങ് ചെയ്ത് വെക്കുക. പ്ലാനിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ട്രാറ്റജീസസ് ഡിസൈഡിങ് ചെയ്യുക. സ്ട്രാറ്റജീസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റേർണലി ആണോ എക്സ്റ്റേർണലി ആണോ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെത്തേഡ്സ് ആണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. അതായത് മെത്തേഡ്സ് ഇപ്പോൾ ഡയറക്റ്റ് മെത്തേഡിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം. അത് ഡയറക്റ്റായിട്ട് തന്നെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്ലി റിക്രൂട്ട്മെൻറ്റ് ചെയ്യാം. ഏത് ടൈപ്പ് ഓഫ് മെത്തേഡാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ലോക്കൽ ഓർഗനൈസേഷൻ സോഴ്സ് ഉപയോഗിക്കണോ, അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സോഴ്സ് ഉപയോഗിക്കണോ. സോഴ്സ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാൻ ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് അല്ലേ. ആ സോഴ്സ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സോഴ്സ് വേണോ, അല്ലെങ്കിൽ ലോക്കൽ ഓർഗനൈസേഷൻ സോഴ്സ് വേണോ എന്നത് ഡിസൈഡിങ് ചെയ്യുക. ആൻഡ് തേർഡ് പ്രോസസ്സാണ് സെർച്ചിങ് എന്ന് പറയുന്നത്. സെർച്ചിങ്ങിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. അതായത് റെസിപ്റ്റ് ഓഫ് പേഴ്സണൽ റിക്വസിഷൻ, കമ്മ്യൂണിക്കേറ്റിംഗ് ദ ഇൻഫോർമേഷൻ. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ആ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലും എത്ര നമ്പർ ഓഫ് എംപ്ലോയീസസ് ആവശ്യമുണ്ട് എന്നതിനെക്കുറിച്ച് മെഷർ ചെയ്യുക. ആ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ത്രൂ മീഡിയാസിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സോഴ്സസിലൂടെ ആയിരിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഇൻറ്റേർണൽ പ്രോസസ്സാണ്. എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അൺക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ എല്ലാം എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എലിജിബിൾ ആയിട്ടുള്ള പേഴ്സൺസിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതിനാണ് സ്ക്രീനിങ് എന്ന് പറയുക. ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ്, ഇവാലുവേറ്റിംഗ് ദ എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്. അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞതിന് ശേഷം ആ റിക്രൂട്ട്മെൻറ്റ് നടക്കാൻ എത്രത്തോളം കോസ്റ്റ് എന്ന് പറയുന്നത് വന്നു, അതായത് കോസ്റ്റ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എത്രയാണ്, അതുപോലെ എത്ര ടൈം എടുത്തു റിക്രൂട്ട്മെൻറ്റ് നടത്താൻ, ഏത് മെത്തേഡാണ് യൂസ് ചെയ്തത് എന്ന ഡീറ്റെയിൽസസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതാണ് ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റ് പ്ലാനിങ് ചെയ്യുന്നു, സ്ട്രാറ്റജീസസ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നു, സെക്കൻഡ് സ്റ്റെപ്പ്. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെർച്ചിങ് ആണ്. ആൻഡ് ഫോർത്ത് സ്റ്റെപ്പ് സ്ക്രീനിങ് ആണ്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് ഇവാലുവേഷൻ ആണ്. ഇതാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലെ സെക്കൻഡ് സ്റ്റെപ്പായ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ നമ്മൾ പറഞ്ഞിരുന്നു ഏത് ടൈപ്പ് ഓഫ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ ഏത് സോഴ്സാണ് യൂസ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ സ്ട്രാറ്റജി നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു. സോ ഇനി അതൊക്കെയാണ് നോക്കാൻ പോകുന്നത്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. ഡയറക്റ്റ് മെത്തേഡും, ഇൻഡയറക്റ്റ് മെത്തേഡും, തേർഡ് പാർട്ടി മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡിൽ 4 മെത്തേഡ്സസ് ഉണ്ട്. ഫസ്റ്റ് വൺ, സ്കൗട്ടിങ്. അതായത് ഇവിടെ ഓർഗനൈസേഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി വന്ന് കൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ അല്ലെങ്കിൽ ഒരു ക്യാമ്പസിലോ പോയി അവിടെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്കൗട്ടിങ് എന്ന് പറയുക. അതായത് ക്യാമ്പസ് ഇൻ്റർവ്യൂ ആണ് ഇതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, എംപ്ലോയി കോൺടാക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയർ ഡയറക്റ്റായിട്ട് പബ്ലിക്കിനെ കോൺടാക്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ആ ഒരു ഓർഗനൈസേഷനിൽ ഇത്ര വാക്കൻസി ഉണ്ടെന്ന് അറിയിക്കുന്നു, അതിനനുസരിച്ച് കൊണ്ട് എംപ്ലോയീസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് എംപ്ലോയി കോൺടാക്റ്റ് എന്ന് പറയുന്നത്. തേർഡ് വൺ ആണ് മാൻഡ് എക്സിബിറ്റ്സ്. ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫീസേഴ്സ് സെമിനാർ അല്ലെങ്കിൽ കൺവെൻഷൻസ് നടക്കുന്ന പ്ലേസിൽ ഡയറക്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ഓരോ കാൻഡിഡേറ്റ്സിനെ ഹയറിങ് ചെയ്യുന്നു. ഫോർത്ത് വൺ ആണ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ വെയിറ്റിംഗ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ഫ്യൂച്ചറിൽ ആ ഒരു ലിസ്റ്റിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ വാക്കൻസീസസ് വരികയാണെന്നുണ്ടെങ്കിൽ ആ വാക്കൻസി എല്ലാം ന്യൂസ് പേപ്പറിലൂടെയോ അല്ലെങ്കിൽ ജേണൽസിലൂടെയോ അല്ലെങ്കിൽ മീഡിയാസിലൂടെയോ നമ്മൾ അറിയാണ്, എന്നിട്ട് ആ ഒരു പോസ്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുക. തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടീൻ്റെ സഹായം വരുന്നു. അതായത് എക്സാമ്പിളൂടെ പറയുന്നതാണ് കുറച്ചുകൂടി സിമ്പിൾ. ഇപ്പോൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, അതുപോലെ കൺസൾട്ടൻസീസസ്, അതുപോലെ ട്രേഡ് യൂണിയൻസ്, ഇങ്ങനെയുള്ള തേർഡ് പാർട്ടീസസിലൂടെ കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് തേർഡ് പാർട്ടി മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലും ഇൻറ്റേർണൽ സോഴ്സസും ഉണ്ട്, അതുപോലെ എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്.
ഇന്റേണൽ സോഴ്സസിൽ 3 ടൈപ്സ് ഓഫ് സോഴ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ട്രാൻസ്ഫേഴ്സസ്, അതായത് ഒരു എംപ്ലോയിനെ ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസ്ഫർ എന്ന് പറയുക. ആ ഒരു എംപ്ലോയിൻ്റെ റെസ്പോൺസിബിലിറ്റിയോ അല്ലെങ്കിൽ ഡ്യൂട്ടീസസോ അല്ലെങ്കിൽ ആ പൊസിഷൻ എന്ന് പറയുന്നതോ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇതൊന്നും തന്നെ മാറാതെ, ഇതിനൊന്നും തന്നെ ചേഞ്ചസ് വരാതെ ഒരു എംപ്ലോയിനെ ഒരു ജോബിൽ നിന്ന് വേറൊരു ജോബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുക. നമുക്കറിയാം ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ എംപ്ലോയീസസിനും ട്രാൻസ്ഫർ കിട്ടാറുണ്ട്, ഗവൺമെൻറ് എംപ്ലോയീസസിനൊക്കെ അത് തന്നെയാണ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രമോഷൻ. നമുക്കറിയാം പ്രമോഷനും എന്താണെന്ന്, ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്നത് തന്നെയാണ് അല്ലേ. അതായത് ഒരു എംപ്ലോയിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്, അത് ഹയർ പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രമോഷൻ എന്ന് പറയുക. ആ ഒരു എംപ്ലോയീൻ്റെ പൊസിഷനും അതുപോലെ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസസ് എല്ലാം കൂടുന്ന ഒരു അവസ്ഥയാണ് പ്രമോഷനിൽ ഉണ്ടായിരിക്കുക. ആൻഡ് തേർഡ് വൺ ആണ് ഡിമോഷൻ എന്ന് പറയുന്നത്. പ്രമോഷൻ്റെ നേരെ റിവേഴ്സ് ആണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു എംപ്ലോയി ആ ഒരു എംപ്ലോയിൻ്റെ ജോബിൻ്റെ പൊസിഷനിൽ നിന്ന് താഴത്തെ പൊസിഷൻ, ലോവർ പൊസിഷനിലേക്ക് ചേഞ്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിമോഷൻ എന്ന് പറയുക. അതുപോലെ അതിനോടൊപ്പം തന്നെ സാലറി അതുപോലെ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടീസസും ഇതെല്ലാം തന്നെ കുറയുന്നു. നെക്സ്റ്റ് നമുക്ക് ഇന്റേണൽ സോഴ്സസിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈം എന്ന് പറയുന്നത് സേവ് ചെയ്യാൻ പറ്റുന്നു, അതുപോലെ എക്സ്പെൻസ് എന്ന് പറയുന്നത് കുറയുന്നു, എംപ്ലോയീസസിനെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല, അതായത് കൂടുതൽ ട്രെയിനിങ് ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. അതിനോടൊപ്പം തന്നെ സെൽഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഓരോ എംപ്ലോയീസസിലും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ലേബർ ടേൺ ഓവർ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഡിമെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു ഇന്റേണൽ സോഴ്സസിലൂടെ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസസിന് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അതായത് ഇതെന്ന് പറയുന്നത് ഒരു വൈഡർ ഓപ്ഷൻ അല്ല. അതുപോലെ തന്നെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് കുറയാൻ ചാൻസ് ഉണ്ട്. ആ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒറിജിനാലിറ്റി എന്ന് പറയുന്നത് കുറയാൻ ചാൻസ് ഉണ്ട്. കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് എൻ്റർപ്രൈസസിൻ്റെ ഔട്ട്സൈഡിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ നമ്മൾ സീക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുക അല്ലേ. ഫസ്റ്റ് വൺ നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ്, അതായത് ഓർഗനൈസേഷനിൽ വാക്കൻസി വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ വാക്കൻസി ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്ന ആ ഒരു ജോബ് എന്ന് പറയുന്നതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നോട്ടീസ് ബോർഡിൽ സബ്മിറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ഫാക്ടറീൻ്റെ ഗേറ്റിൽ സബ്മിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ ആ ഒരു ജോബ് എന്താണ്, അത് ക്വാളിഫിക്കേഷൻ എത്ര വേണം ആ ഒരു ജോബിന്, ആ എത്ര നമ്പർ ഓഫ് എംപ്ലോയീസസ് റിക്വയർഡ് ആണ് എന്ന ഡീറ്റെയിൽസസ് എല്ലാം ഒരു നോട്ടീസിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആ നോട്ടീസ് എന്ന് പറയുന്നത് നോട്ടീസ് ബോർഡിലോ അല്ലെങ്കിൽ ഫാക്ടറി ഗേറ്റിലോ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് നോട്ടീസ് അറ്റ് ഫാക്ടറി ഗേറ്റ് എന്ന് പറയുക. ഇതിലൂടെ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് ആ നോട്ടീസ് റീഡ് ചെയ്യും, ഇതിലൂടെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് സബ്മിറ്റ് ചെയ്യും, അതിലൂടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്യുന്നു. സെക്കൻഡ് വൺ അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, അതായത് ജോബ് സീക്കേഴ്സസ് ഫ്യൂച്ചറിൽ ജോബിൻ്റെ ആവശ്യം വരും എന്ന് മുൻകൂട്ടി എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ജോബ് സീക്കേഴ്സസ് അപ്ലിക്കേഷൻസ് ഓർഗനൈസേഷനിൽ സബ്മിറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ മാനേജർ എല്ലാ ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്യുകയും അതിനോടൊപ്പം തന്നെ എപ്പോഴാണോ ഓർഗനൈസേഷനിൽ വാക്കൻസി വരുന്നത് ആ ഒരു സമയത്ത് ഈ ആപ്ലിക്കേഷൻസിലുള്ള കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യുന്നു. തേർഡ് വൺ കാഷ്വൽ കോളേഴ്സ് എന്ന് പറയുന്നത്, അതായത് ഒരു ജോബിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു എംപ്ലോയീൻ്റെ ലീവ് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പീരീഡിൽ വേണ്ടി മാത്രം വേറൊരു എംപ്ലോയീനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ്, കാഷ്വൽ ആയിട്ട് നമ്മൾ കോൾ ചെയ്യുന്ന ഒരു മെത്തേഡ്. നെക്സ്റ്റ് വൺ അഡ്വർടൈസ്മെൻറ്റ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതായത് ജേർണൽസ്, ന്യൂസ് പേപ്പേഴ്സസ്, മീഡിയാസ് ഈ ഒരു വേസസിലൂടെ എല്ലാം ആഡ് കൊടുക്കുകയും ആഡിൽ ക്വാളിഫിക്കേഷൻ എത്ര വേണം, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് റിക്വയർഡ് ആണ്, റെസ്പോൺസിബിലിറ്റി എത്രത്തോളം ഉണ്ട്, ഡ്യൂട്ടീസ് എത്രത്തോളം ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസസ് എല്ലാം കൊടുക്കാനായിട്ട് പറ്റും. ആ ആഡ് കണ്ടുകൊണ്ട് കാൻഡിഡേറ്റ്സ് വരികയും അവർക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യും, ആ ഒരു വാക്കൻ്റ് ആയിട്ടുള്ള പൊസിഷനിൽ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുന്നു. ആണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സ് തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുക. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെല്ലാം എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് ആ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലൂടെ സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സസിനെയും അതുപോലെ സെമി സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആരൊക്കെയാണ്, അതുപോലെ അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആരൊക്കെയാണെന്ന് എന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഓരോ പൊസിഷനിലും റിക്വയർമെൻറ്റ്സിനനുസരിച്ച് കൊണ്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഹയർ ചെയ്യാനായിട്ട് പറ്റുന്നു. ആണ് ക്യാമ്പസ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സോഴ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം ക്യാമ്പസ് ഇൻ്റർവ്യൂ അല്ലേ, അതായത് ഓരോ പ്രൊഫഷണൽ കോഴ്സ് കഴിയുന്തോറും മൾട്ടിനാഷണൽ കമ്പനീസസിൻ്റെ ക്യാമ്പസ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കും. സോ അതിൽ നിന്ന്
സ്കിൽഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ നമുക്ക് ഹയറിംഗ് ചെയ്യാം. ഓരോ ഓർഗനൈസേഷൻസിനും ഹയറിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഫ്രഷേഴ്സിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ക്യാമ്പസ് ഇൻ്റർവ്യൂസിലൂടെയാണ്. നെക്സ്റ്റ് ആണ് ലേബർ കോൺട്രാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതൊരു ഓർഗനൈസേഷനിലെ ഒരു എംപ്ലോയിൻ്റെ ആവശ്യം വരുന്ന സമയത്ത് ലേബർ കോൺട്രാക്ടറിനെ സമീപിക്കുന്നു. ആ കോൺട്രാക്ടറോട് ലേബേഴ്സിന് ഇത്ര ആവശ്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിനനുസരിച്ച് ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡ്. നെക്സ്റ്റ് ആണ് പ്രൈവറ്റ് ഏജൻറ്റ്. അതായത് പ്രൈവറ്റ് ഏജൻറ്റിലൂടെയും ഓരോ കമ്പനീസിന് കാൻഡിഡേറ്റ്സിനെ കൊടുക്കുന്നുണ്ട്. അതും ഒരു സോഴ്സാണ്. നെക്സ്റ്റ് ആണ് ട്രേഡ് യൂണിയൻസ്. ഓരോ ഓർഗനൈസേഷനിലും ലേബർ യൂണിയൻ അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻ ഉണ്ടായിരിക്കും. ലേബർ യൂണിയനിലൂടെയോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനിലൂടെയോ ലേബേഴ്സിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിന് എന്ന് പറയുന്നത് ഹയറിംഗ് ചെയ്യാനായിട്ട് പറ്റുന്നു. ലാസ്റ്റ് വൺ ആണ് റെക്കമെൻഡേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ്റെ അകത്തുള്ള എംപ്ലോയീസിൻ്റെ റെക്കമെൻഡേഷനിലൂടെ എംപ്ലോയീസിനെ ഹയറിംഗ് ചെയ്യുക, എംപ്ലോയീസിനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന മെത്തേഡ്. നെക്സ്റ്റ് നമുക്ക് മോഡേൺ ടെക്നിക്സ് അല്ലെങ്കിൽ മോഡേൺ ട്രെൻഡ്സ് ഇൻ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്ന് നോക്കാം. 4 ടൈപ്സ് ഓഫ് മോഡേൺ ടെക്നിക്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ നോളേജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്. സെക്കൻഡ് വൺ റിക്രൂട്ടിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്. ഔട്ട്സോഴ്സിംഗ്. ഫോർത്ത് വൺ പൗച്ചിങ് ഓർ റെയ്ഡിംഗ്. ഫസ്റ്റ് വൺ നോളേജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്. നോളേജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ടാർഗറ്റ് റിസർച്ചാണ്. ഇവിടെ റിക്രൂട്ടിംഗ് ഫേമും ക്ലയൻറ്റും തമ്മിലുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ മ്യൂച്വൽ റിലേഷൻഷിപ്പിലാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നടക്കുന്നത്. ഒരു മെത്തേഡിൽ ക്ലയൻറ്റും റിക്രൂട്ട്മെൻറ്റ് ഫേമും പീരീഡിൽ എത്രത്തോളം കാൻഡിഡേറ്റ്സ് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചുകൊണ്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡൺ ചെയ്തു. ആ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ എത്ര കാൻഡിഡേറ്റ്സ് ഇമീഡിയറ്റ് ആയിട്ട് ആവശ്യമുണ്ടോ ആ കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് ചെയ്യുന്നു. പിന്നീട് ആ കാൻഡിഡേറ്റ്സിൻ്റെ എല്ലാം ഇൻഫോർമേഷൻസ് ഒരു ഡാറ്റാ ബേസ് ആയിട്ട് സേവ് ചെയ്ത് വെക്കുന്നു. അതായത് ഹയറിംഗ് ചെയ്തത് കൂടാഞ്ഞിട്ടുള്ള എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും ഡാറ്റാസസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. പിന്നീട് ഓർഗനൈസേഷൻസിൽ കാൻഡിഡേറ്റ്സിൻ്റെ വാക്കൻസി വരുന്ന സമയത്ത് കളക്ട് ചെയ്ത ഡാറ്റാസസ് എല്ലാം എടുത്തുകൊണ്ട് അതിൽ നിന്ന് കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സാണ് നോളേജ് ബേസ്ഡ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നോളേജ് ഡാറ്റാ ബേസ്ഡ് ഫോമാണ്. അതായത് ഡാറ്റാസസ് എല്ലാം ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും ഡാറ്റാസസ് എന്ന് പറയുന്നത് സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. ഡാറ്റാസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെയും ഡീറ്റെയിൽസസ്, അതുപോലെ ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ ക്വാളിഫിക്കേഷൻസ്, എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന ഡീറ്റെയിൽസസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സ്, ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം പീരീഡിന് വേണ്ടിയിട്ടായിരിക്കും. ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഓൺഗോയിങ് പ്രോസസ്സാണ്. അതുപോലെ ഫ്ലെക്സിബിൾ ആണ്. എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോസസ്സ് നമുക്ക്, അതായത് എപ്പോൾ വേണമെങ്കിലും ഡാറ്റാസസ് കളക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നു. നെക്സ്റ്റ് ആണ് റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്. നമുക്കറിയാം റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ട് കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് ചെയ്യാണ്, സീക്ക് ഔട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയാം. എന്ന് പറയുന്നത് ബിഗ് അതുപോലെ തന്നെ സ്മോൾ ഓർഗനൈസേഷൻസിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നാണ്. ഈ ഒരു ടെക്നിക്കിൽ ഓർഗനൈസേഷനിൽ വരുന്ന വാക്കൻസീസസ് എല്ലാം അഡ്വർടൈസിങ് അല്ലെങ്കിൽ നോട്ടീസസ് എല്ലാം നമ്മൾ ജോബ് സൈറ്റിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് വെബ്സൈറ്റിലോ അപ്ലോഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് കൊണ്ട് കാൻഡിഡേറ്റ്സിന് അതിൽ നിന്ന് ഇൻഫോർമേഷൻസ് എന്ന് പറയുന്നത് കളക്ട് ചെയ്യുക. അതിനനുസരിച്ച് കൊണ്ട് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. എക്സാമ്പിൾ ആണ് Naukri.com ടൈം ജോബ് എന്ന് പറയുന്ന വെബ്സൈറ്റുകൾ. മൾട്ടിനാഷണൽ കമ്പനീസസ് അതുപോലെ IT സപ്പോർട്ടഡ് ആയിട്ടുള്ള കമ്പനീസസ് ആണ് ഏറ്റവും കൂടുതൽ റിക്രൂട്ടിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് നടക്കുന്നത്. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നതിലൂടെ ടൈം എന്ന് പറയുന്നത് സേവ് ചെയ്യാനും കോസ്റ്റ് എന്ന് പറയുന്നത് സേവ് ചെയ്യാനും അതുപോലെ ഫാസ്റ്റ് ആയിട്ട് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നടക്കുന്നു. തേർഡ് ടെക്നിക്കാണ് ഔട്ട്സോഴ്സിങ്. ഒരു ഓർഗനൈസേഷൻസിന് ആവശ്യമായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നു ഈ ഔട്ട്സോഴ്സിങ് ഫേംസ് എല്ലാം. എന്നിട്ട് ആ ഔട്ട്സോഴ്സിങ് ഫേംസ് ആ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് സ്ക്രീൻ ചെയ്തുകൊണ്ട് ഓർഗനൈസേഷൻസിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അതിലൂടെ ആ ഓർഗനൈസേഷന് ഫൈനൽ സെലക്ഷൻ എന്ന് പറയുന്നത് നടത്തുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. ഔട്ട്സോഴ്സിങ് ഫേംസ് കാൻഡിഡേറ്റ്സിനെ ഹയറിംഗ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് എപ്പോഴാണോ വേറൊരു ഓർഗനൈസേഷൻസിൽ കാൻഡിഡേറ്റ്സിൻ്റെ നീഡ്സ് വരുന്നത് ആ ഒരു ടൈമിൽ ഔട്ട്സോഴ്സിങ് ഫേംസ് എന്ന് പറയുന്നത് കാൻഡിഡേറ്റ്സിനെ കൊടുക്കുന്നു. ആ ഒരു ഇൻ്റർമീഡിയേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുകയാണ് ഔട്ട്സോഴ്സിങ് ഫേം എന്ന് പറയുന്നത്. ഫോർത്ത് ടെക്നിക്കാണ് പൗച്ചിങ് അല്ലെങ്കിൽ റെയ്ഡിങ് എന്ന് പറയുന്നത്. ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു ഓർഗനൈസേഷൻ വേറൊരു ഓർഗനൈസേഷനിലെ ടാലൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ബൈയിങ് ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് ഒരു ഓർഗനൈസേഷൻ വേറൊരു ഓർഗനൈസേഷനിലെ എംപ്ലോയിനെ അല്ലെങ്കിൽ എംപ്ലോയറെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അട്രാക്റ്റീവ് പേ പാക്കേജും അതുപോലെ ടേംസ് കണ്ടീഷൻസ് എല്ലാം
ഓഫർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഈ പോച്ചിങ് എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, എ ബി എന്ന് പറയുന്ന 2 ഓർഗനൈസേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ എ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ കൂടുതൽ ഓഫേഴ്സസ് ഓഫർ ചെയ്യാണ്. പേ പാക്കേജ് ആണെങ്കിലും അവരുടെ ടേംസ് കണ്ടീഷൻസ് എല്ലാം വേറെ ഓർഗനൈസേഷനേക്കാളും ഗുഡായിട്ട് ഓഫർ ചെയ്യുന്ന സമയത്ത് ആ വേറെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന നല്ല സ്കിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള എംപ്ലോയീസസ് എല്ലാം ഈ ഒരു ഓർഗനൈസേഷനിലേക്ക് ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നു. ആ ഒരു മെത്തേഡാണ് പോച്ചിങ് അല്ലെങ്കിൽ റെയ്ഡിങ് എന്ന് പറയുന്ന മെത്തേഡ്. ടെക്നിക് എന്ന് പറയുന്നത് ശരിക്കും അൺഎത്തിക്കൽ പ്രോസസ് ആണ്, അല്ലെങ്കിൽ അൺഎത്തിക്കൽ പ്രാക്ടീസസ് ആണ്. അതുപോലെ തന്നെ ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജർക്ക് ഇതെന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് പ്രോസസ്സ് കൂടിയാണ്. നെക്സ്റ്റ് നമുക്ക് അതർ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാമ്പസ് ഇൻ്റർവ്യൂ. ഇവിടെ കമ്പനി ഡയറക്റ്റായിട്ട് ക്യാമ്പസിൽ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയിക്കൊണ്ട് കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്നു. സെക്കൻഡ് വൺ, വാക്കിൻ. ഇവിടെ കാൻഡിഡേറ്റ്സ് കമ്പനീനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ഡയറക്റ്റായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. തേർഡ് വൺ, കൺസൾട്ടിങ്. അതായത് നമുക്കറിയാം കൺസൾട്ടൻസിൻ്റെ കൂടെ എംപ്ലോയീസസിന് ഒരു ഓർഗനൈസേഷനിലുള്ള വാക്കൻസി എന്താണെന്ന് അറിയാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഓർഗനൈസേഷന് കാൻഡിഡേറ്റിനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനും പറ്റുന്നു. ലാസ്റ്റ് വൺ, ബോഡി ഷോപ്പിംഗ്. ഇവിടെ പ്രൊഫഷണൽ ഓർഗനൈസേഷനും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഓരോ കാൻഡിഡേറ്റ്സിനും ട്രെയിനിങ്ങും ഡെവലപ്മെൻറ്റും കൊടുക്കുന്നു. ഈ പ്രൊഫഷണൽ ഓർഗനൈസേഷനെയും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷനെയും ബോഡി ഷോപ്പേഴ്സസ് എന്നാണ് പറയുന്നത്. പിന്നെ ഓരോ എംപ്ലോയേഴ്സസും ഈ ഇൻസ്റ്റിറ്റ്യൂഷനെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു. അതാണ് ഈ ബോഡി ഷോപ്പിംഗ് എന്ന് പറയാം. നെക്സ്റ്റ് നമുക്ക് കോൺസെപ്റ്റ്സ് ഇൻ മോഡേൺ റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്കൗട്ടിംഗ്. നേരത്തെ പറഞ്ഞു തന്നെയാണ് ക്യാമ്പസ് ഇൻ്റർവ്യൂ. സെക്കൻഡ് വൺ, നെറ്റ്വർക്കിംഗ്. ഇവിടെ HR പ്രൊഫഷണൽസ് അവരുടെ കൊളൈഡ്സുമായിട്ട് ഒരു നെറ്റ്വർക്ക് കണക്റ്റ് ആക്കുന്നു. ആ നെറ്റ്വർക്കിലൂടെ ഹ്യൂമൻ റിസോഴ്സസിനെ അക്വയർ ചെയ്യുന്നു. നെക്സ്റ്റ് ആണ് ESOP എന്ന് പറയുന്നത്. ഇവിടെ കമ്പനി എംപ്ലോയിക്ക് സ്റ്റോക്ക് ഓഫർ ചെയ്യുന്നു. എലിജിബിൾ ആയിട്ടുള്ള എംപ്ലോയീസസിനാണ് സ്റ്റോക്ക് ഓഫർ ചെയ്യുക. നെക്സ്റ്റ്, ഇവൻ്റ് റിക്രൂട്ടിംഗ് എന്ന് പറയുന്നത് ഓരോ ഇവൻറ്റ്സും കമ്പനി സ്പോൺസർ ചെയ്തുകൊണ്ട് കാൻഡിഡേറ്റ്സിൻ്റെ അറ്റൻഷൻസ് പിടിച്ചെടുക്കുന്നു. നെക്സ്റ്റ്, റിക്രൂട്ടിംഗ്. ഒരു ഓർഗനൈസേഷൻസിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് ലീവ് ചെയ്യുകയാണ്, അതായത് അവർ ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് വിട്ടു പോവുകയാണ്. പിന്നീട് ആ ഒരു കമ്പനിയിൽ തന്നെ ജോയിൻ ചെയ്യാൻ ഫുൾ റൈറ്റ്സും ആൾക്ക് ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. ലാസ്റ്റ് വൺ, മേക്ക് എവറി എംപ്ലോയി എ റിക്രൂട്ടർ. അതായത് എംപ്ലോയിക്ക് അറിയുന്ന അത് ക്വാളിഫൈഡ് ആയിട്ടുള്ള വേറെ എംപ്ലോയീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എംപ്ലോയിയെ കോണ്ടാക്ട് ചെയ്തുകൊണ്ട് റിക്രൂട്ട് ചെയ്യുന്ന പ്രോസസ്സ്. നെക്സ്റ്റ് നമുക്ക് മോഡേൺ റിക്രൂട്ട്മെൻറ്റ് പ്രാക്ടീസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സെൻഡിങ് ഓഫ് SMS. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ കാൻഡിഡേറ്റ്സിൻ്റെ ഫോണിലേക്ക് SMS എന്ന് പറയുന്നത് സെൻഡ് ചെയ്യുന്നു. അതായത് അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് കൊടുത്തുകൊണ്ട് സെൻഡ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ സെൻഡ് ചെയ്യുമ്പോൾ ഓർഗനൈസേഷന് അതിനനുസരിച്ചിട്ടുള്ള റിപ്ലൈ കിട്ടി. പിന്നീട് റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡൺ ചെയ്യുന്നു. സെക്കൻഡ് വൺ, വീഡിയോ അല്ലെങ്കിൽ വിഷ്വൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒന്ന് തന്നെയാണ്, അതായത് ഈ കൊറോണ സിറ്റുവേഷൻസിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് തന്നെയാണ്. അത് വീഡിയോ കോൺഫറൻസിലൂടെ അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിലൂടെ എല്ലാം ഓരോ എംപ്ലോയീസിനെയും റിക്രൂട്ട്മെന്റ് ചെയ്യുന്നതാണ് ബ്ലോഗിങ് ഇൻ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റ്സ് എന്ന് പറയുന്നത്. അതായത് ഓരോ ആഡുകൾ അല്ലെങ്കിൽ ജോബ് ഫെയർസ് അല്ലെങ്കിൽ ആ ഒരു കമ്പനീൻ്റെ ഡീറ്റെയിൽസസ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ഹയറിങ് ചെയ്യുന്ന എന്നീ ഡീറ്റെയിൽസസ് എല്ലാം നോട്ടീസായിട്ടോ അല്ലെങ്കിൽ ബ്ലോഗുകളായിട്ട് നമ്മൾ സൈറ്റിൽ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ബ്ലോഗിംഗ് ഓഫ് സോഷ്യൽ നെറ്റ്വർക്ക് ഇൻ സയൻസ് എന്ന് പറയുന്നത്. ഫോർത്ത് വൺ, അഡ്വർടൈസ്മെൻറ്റ് ത്രൂ പബ്ലിക് അഡ്രസ് സിസ്റ്റം. അതായത് റേഡിയോ, ടെലിവിഷൻ, ന്യൂസ് പേപ്പർ, ജേണൽസ് ഇതിലൂടെയെല്ലാം ആഡ് പ്രൊവൈഡ് ചെയ്യുക, എന്നിട്ട് കാൻഡിഡേറ്റ്സിനെ ഹയറിങ് ചെയ്യുന്ന മെത്തേഡ്. ലാസ്റ്റ് വൺ, മൊബൈൽ റിക്രൂട്ട്മെൻറ്റ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ നടക്കുന്നതാണ് ഇപ്പോൾ മൊബൈൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓരോ കമ്പനീസിനും ഓരോ ആപ്പുകളുണ്ട്. സോ ആ ഓരോ ആപ്പുകളും നമുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ ഓരോ സൈറ്റിലും വരുന്ന ഓരോ കമ്പനിയിലും വരുന്ന വാക്കൻസി എത്രയാണെന്ന് അറിയാനായിട്ട് പറ്റും. ആ വാക്കൻസിയിൽ അപ്ലൈ ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിനെ ഓർഗനൈസേഷനെ പെട്ടെന്ന് തന്നെ ഹയറിങ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഈ നേരം പറഞ്ഞത് റിക്രൂട്ട്മെൻറ്റ് എന്താണെന്നും റിക്രൂട്ട്മെൻറ്റ് മെത്തേഡ് അതുപോലെ പ്രോസസ്സ് ടെക്നിക്സുകൾ പറഞ്ഞു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാം. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിനെ കുറിച്ചാണ് അറിയണമെന്നുണ്ടെങ്കിൽ ടൈം കോഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ആ ടൈം കോഡിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മഹാലോ.